ഡീസലും പെട്രോളും വണ്ടി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഫ്യൂവൽ പമ്പിൻ്റെ അസംബ്ലിക്കകത്തുനിന്ന് നമ്മൾ മോട്ടർ സെപ്പറേറ്റ് ആയിട്ട് ഇതുണ്ടോ പീസാക്കി എടുത്തേക്കുന്നതാണോ. പഴയ മോഡൽ സാൻഡ്രയാണ്. വണ്ടി സ്റ്റാർട്ടാവാത്ത കംപ്ലൈൻ്റ് ആണ്. ചെയ്യുന്ന സമയത്ത് ഇത് ECU ഫ്യൂസാണ്, അതായത് ECMൻ്റെ ഫ്യൂസാണ്. ഇതുണ്ടോ ഈ ഫ്യൂസ് അടിച്ചു പോയതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് അടിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ വരുന്ന പമ്പ്, ഫ്യൂവൽ പമ്പ് ഈ കാണുന്നത് അവസ്ഥ ഉണ്ടോ ഫുള്ള് ഉരുകി പിടിച്ച് മോട്ടർ സ്റ്റക്കാണ്. അപ്പോൾ ഈ മോട്ടർ ഇങ്ങനെ സ്റ്റക്കാനുള്ള കാരണം ഫ്യൂവൽ ലോ ആയിട്ട് അടിച്ച് ഓടുന്നത്. ഫ്യൂവൽ കുറച്ച് അടിച്ച് ഓടുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. ഫ്യൂവൽ പമ്പിന് കൂളിംഗ് എപ്പോഴും കിട്ടുന്നത് പെട്രോളിൽ നിന്നാണ്. പെട്രോളിൻ്റെ അളവ് കുറച്ച് ഇതുപോലെ ഓടിച്ച് കഴിഞ്ഞാൽ ഇതുകൂട്ട് കംപ്ലൈൻറ്റുകളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഈ മോട്ടർ ഷോർട്ട് ആയതിൻ്റെ പേരിലാണ് ECUവിൻ്റെ ഫ്യൂസ് അടിച്ച് പോകുന്നതും വണ്ടി സ്റ്റാർട്ടാവാതെ പോകുന്നതും. അപ്പോൾ അറിയാൻ മാത്രമേ വണ്ടി ഓക്കെ ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ടാങ്കിനകത്ത് ഫ്യൂവൽ കറക്റ്റായിട്ട് അടിച്ചിടുക. ഫ്യൂവൽ പമ്പിനുള്ള കൂളിങ് പെട്രോൾ അല്ലെങ്കിൽ ഡീസലാണ്. കാര്യങ്ങളെല്ലാം നമ്മൾ മാറി കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. വണ്ടി സ്റ്റാർട്ടിങ് ആയി.